ഗൈസ്, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണൊക്കെ ആയിട്ട് അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളായിട്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അനിയനൊക്കെ വന്നിട്ടുണ്ട്. അനിയൻ കട്ട ജിമ്മനാണ്. അപ്പോൾ ഞങ്ങളിവിടുത്തെ പാടത്തേക്കൊക്കെ നടക്കാൻ പോവുകയാണ്. ഞങ്ങളും കുറേ ഈ വീടിൻ്റെ അടുത്ത പാടത്തിനും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ ചെക്കൻ വന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. കുറേ കാലമായി ഇങ്ങനെ പാടത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. ഒരിക്കൽ കുറേ ആയി പോയിട്ട്. ഞങ്ങൾ പോണ വഴി മുമ്പേ ഒരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതും ഈ പാറയിലിരുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് മുമ്പേ. പനിയൻ വന്നപ്പോൾ അവന് കാണണം പറഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങൾ ഇതേ വരുമ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ഒക്കെ ഓടി കളിക്കുമായിരുന്നു. ആ പോസ്റ്റൊക്കെ പൊളിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ കുറേ ഓടി കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ വന്നിരുന്നു പാടത്തിൻ്റെ അടുത്ത്. അപ്പോഴേക്കിന് അനിയൻ്റെ തള്ളു തുടങ്ങി. ജാതി തള്ളായി പോയി. മറ്റവനത് കേട്ടു പോലെ അവന് നിൽക്കുന്നുണ്ട്. ആ തോടിൻ്റെ ഓരത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ കാലും വെള്ളത്തിലിട്ടിരിക്കാൻ ഒരു സുഖം തന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരം അവിടെ ഇരുന്നിട്ടോ. പിന്നെ ചെക്കൻ പറഞ്ഞു ഇവിടെ പത്തിരിപ്പാല അതിർക്കാട് പറഞ്ഞു, അവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയിലേക്ക് പോകാറുണ്ട്. വൈകിട്ടൊക്കെ ഈവനിങ് ഒക്കെ പോകുമ്പോൾ സൂപ്പർ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ വീടിൻ്റെ അവിടെ എന്തോ വായനശാലയിൽ എന്തൊക്കെ പരിപാടികളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ. വീട്ടിൽ പോയപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. അങ്ങോട്ട് തുടങ്ങിയില്ല ഒരു കാച്ചൽ. പിന്നെ പുള്ളിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നിർത്തിയുള്ളൂ. പിന്നെയാണ് ഇറങ്ങിയുള്ളൂ. ഞങ്ങൾ ഈ ഓണപ്പരിപാടിയുടെ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അതിർക്കാട്ടിക്ക് വന്നു. സൂപ്പർ പുഴയാണ്. ഈ റോട്ടിൽ കൂടെ വേണം അതിൻ്റെ അപ്പുറത്തേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് വേണം പോകാൻ. കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ട്രെയിന് പോകുമ്പോൾ അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ കറക്കിയ സൗണ്ട്. റെയിൽവേ പാലത്തിൻ്റെ ഇതാണ്. ഇവിടെ ഞങ്ങൾ കുറേ ഫിഷിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നൈറ്റൊക്കെ വന്നിരിക്കുക. സൂപ്പർ വൈബാണ്. അപ്പോൾ ഇരിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ. അതൊക്കെ ഇപ്പോൾ പൊളിച്ചിരിക്കുന്നു. ഇപ്പോൾ നല്ല വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കാടൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ അധികം ആൾക്കാരൊന്നും വരലില്ല തോന്നുന്നു. പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ വലിയ കാടും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ മൊത്തം കാട് പിടിച്ചിരിക്കണം. ചെറിയൊരു വഴിയല്ല അങ്ങനെ നടക്കാൻ മാത്രമായിട്ട്. കുറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ നിന്ന് കുറേ ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ട്. അവരത് ചളിയിൽ കൂടെ വരാൻ പാടുപെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ എത്തി. വള്ളത്തിൽ കൂടെ ഇപ്പം നടത്താൻ ഒരു ചെറിയൊരു നടക്കാനുള്ളൊരു സെറ്റപ്പാണുള്ളൂ. ഇപ്പുറം മൊത്തം കാടുമാണ്. ഇപ്പം ഒന്നും കാടുണ്ടായിരുന്നില്ല, ഭയങ്കര കാട് പിടിച്ചിരിക്കുന്നു. അപ്പം അധികം ആൾക്കാരൊന്നും അങ്ങനെ വരവില്ല വന്നിരിക്കുന്നു. അധികം വരാൻ നല്ല വഴിയാണ്. ചെക്ക് ഡാമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. കുറേ ആൾക്കാർ ഈവനിങ് ഒക്കെ ഇവിടെ വന്നിരിക്കും. ഫുള്ള് കാടായിരിക്കണം. പിന്നെ പാമ്പുണ്ടത്തെ പോലും അറിയില്ല. ഡാമിൻ്റെ മീതെ കൂടെ വെള്ളം കവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് വെള്ളം. അവർ വരാൻ പറ്റാതെ മേമകളുള്ളതുകൊണ്ട് അധികം കയറി. ഇവിടെ നല്ല ഒഴുക്കാണ്. ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോവാൻ വിചാരിക്കുക. ഞങ്ങളവിടെ വന്നപ്പോൾ ഒരു ബായി അവിടെ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കണം. മൂപ്പർക്ക് ആ വന്ന ഐശ്വര്യം കൊണ്ടാണ് തോന്നുന്നു. വന്നത് ഒരു ആരെല്ലാം കിട്ടി. മൂപ്പർ അതിനെ പിടിച്ചോണ്ടിരിക്കുക. ഞങ്ങളൊന്നും നോക്കിയില്ല. അപ്പോൾ ഒരു വീഡിയോ ഉണ്ട് എടുത്ത്. ഞങ്ങൾ പണ്ട് കുറേ വന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളതാ. ഇവിടുന്ന് ഒരു അടിഭാഗത്ത് നിന്ന് നോക്കുന്നൊരു വ്യൂ ആണ്. സൂപ്പർ സ്ഥലമൊക്കെയാണ്. നല്ല രസമാണ് ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ. ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല. കുറേ കുടിയന്മാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ട്രെയിനിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ് ചെയ്യ്.